നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, എന്താ ഇതൊക്കെ? അമ്മയോട് ഇയാൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഓക്കെ, ശരി എന്നാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയുമായി ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയതാരാ? പറ. ജീവന് കൊതിയുണ്ടെങ്കിൽ സത്യം പറ. പറയാൻ പറയില്ലല്ലേ? എന്നാ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങളുടെ മകൻ സഞ്ജു അല്ലേ? സത്യം പറയാൻ. നേരെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലല്ലേ? എനിക്ക് വഴിയുണ്ട്. ഇവരെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. വാതിലടയ്ക്ക്. നിങ്ങളുടെ പുന്നാരപുത്രി എത്തിയിട്ടുണ്ട്. ഈശ്വര, പാവം മുത്തശ്ശനും മുത്തശ്ശി. പക്ഷേ അവള് സത്യം പറയുന്നില്ല. ഞങ്ങളെ ജാക്കിച്ചാനെ നിങ്ങക്ക് ശരിക്കും അറിയാത്തോണ്ടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെ ആ ശ്രീദേവി അങ്ങ് കൊല്ലും. ഞാൻ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയണം. ഇല്ലെങ്കിൽ അവരെ ഇപ്പൊ ഞാൻ തീർക്കും. വേണ്ട, അവരൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ, പ്ലീസ്. ഒന്നും ചെയ്യില്ല, പക്ഷെ സത്യം പറയണം. ഇപ്പോ സ്വാതി എത്തും. അവളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സത്യം പറയണം. ലക്ഷ്മിയുടെ കഴുത്തിൽ
താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള സത്യം സ്വാതിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയണം. പ്ലീസ് അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജഡം ഇവിടെ വീഴും. അയ്യോ വേണ്ട. നിങ്ങളും പുറലോകം കാണില്ല. സമയമില്ല. സ്വാതി ഇപ്പൊ എത്തും. അയ്യോ സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ പറഞ്ഞത് ചെയ്യും. വേണ്ട. ദാ സ്വാതി എത്തി. അയ്യോ സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ കൺമുമ്പിൽ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജീവൻ ഞാനങ്ങ് എടുക്കും. അയ്യോ ഭാഗ്യം സ്വാതി എത്തിയല്ലോ. സ്വാതിയല്ലേ? അതെ. നിങ്ങളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, അകത്തേക്ക് വരൂ. ആ സത്യം സ്വാതിക്ക് അറിയണ്ടേ? ലക്ഷ്മിയുടെ കഴുത്തില് ആരാ താലി ചാർത്തിയെന്ന സത്യം. അതെ എനിക്കറിയണം. പക്ഷെ നിങ്ങളാരാ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. സത്യം ഞാൻ ബോധ്യപ്പെടുത്തി തരാം. വരൂ. ശ്രീകുട്ടി ചേച്ചി എത്തിയോ? അപ്പൊ ഇത് ശരിക്കും എന്തോ വലിയ പ്ലാനിങ് തന്നെയാ. സത്യം പറഞ്ഞ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.